പ്രൈസറോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 33 അധ്യായം അതിൻ്റെ 18 വാക്യം. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വചനമാണ് നമ്മൾ വായിച്ച തിരുവെഴുത്ത് ഭാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ വേദനയുടെ, സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ വേളകളിൽ ഈ വചനമൊക്കെ വായിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ വളരെ പ്രത്യാശ വെക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം ഇന്നും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, ഈ വചനം സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ പേരും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നതിന്റെ പേരും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദയയിലുള്ള പ്രത്യാശ, ദൈവിക പരിജ്ഞാനത്തിൻ്റെ ദൃഷ്ടി, ദൈവിക കരുതലിൻ്റെ ദൃഷ്ടി, ദൈവിക സ്നേഹത്തിൻ്റെ ദൃഷ്ടി, ഇവയെല്ലാം തൻ്റെ ഭക്തന്മാരുടെ പേരുണ്ടെന്ന് ദൈവം അവരെ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കരുതൽ എല്ലാ നിലകളിലും ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിന്റെ പരാജയങ്ങളിൽ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ പരാജയം കടന്നു വരുമ്പോൾ അവർ പരാജയത്തിലേക്ക് തന്നെ പോകും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്കൊരിക്കലും പരാജയപ്പെടേണ്ട കാര്യമില്ല. അവർ പ്രത്യാശയിൽ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് മുന്നേറും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ വചനം പറയുമ്പോൾ നമുക്കതിനകത്തൂടെ പ്രത്യാശ എന്താണ്? യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ പേരും തന്റെ ദയക്കായി പ്രത്യാശികളുടെ പേരും ഇരിക്കുന്നത്. ഈ തിരുവെഴുത്ത് വായിക്കും പഴയ നിയമത്തിലെ ചില ഭക്തന്മാരെ നമുക്ക് ഓർമ്മ വരും. ദൈവം അവരോട് കാണിച്ച ദയ, അവരുടെ മേൽ വെച്ചിരുന്ന അവരുടെ മേലുണ്ടായ ദൈവത്തിന്റെ ദൃഷ്ടി എത്ര വലുതായിരുന്നു, ആ കൃപ എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഏലിയാവിനെ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഏലിയാവിന് ദൈവം ചില പ്രത്യേക നിയോഗ ശുശ്രൂഷകൾ കൊടുത്ത് ഏലിയാവിനെ ഹല്ലേലൂയ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ നമുക്ക് കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം നമുക്ക് സുപരിചിതമാണ്. ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് ദൂതുകൾ ഇന്നും അനവധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ്. ഞാൻ ആ ഭാഗത്ത് 1-2 കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഈ വചനം വളരെ അനുഗ്രഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കിരീത്ത് തോട്ടിലേക്ക് ഒളിച്ചിരിക്കുക, തോട്ടിൽ നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കിയോട് കൽപ്പിക്കും. അപ്പൊ ഏലിയാവിനെ കൂടെ ശക്തമായ പ്രവചനമൊക്കെ നടത്തിയിട്ട് ദൈവം പറഞ്ഞ് കിരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കുക, അവിടെ നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കണം, നിനക്ക് ഭക്ഷിപ്പാനുള്ള ആഹാരം ഞാൻ കാക്കിയോട് കൽപ്പിക്കും. ലേരിയ. അപ്പം കർത്താവിനായി കാത്തിരുന്ന ഏലിയാവിനെ ക്ഷാമകാലത്ത് സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവം ആദ്യമായി കാക്കകളെ നിയമിച്ചു എന്നുള്ള കാക്കകളോട് കൽപ്പിച്ചു. ഓർത്തേക്കും ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. രണ്ടാമതായി നൽകിയ സാരാഫാത്തിലെ വിധവ മുഖാന്തരം ഏലിയാവിനെ അത്ഭുതകരമായി പോഷിപ്പിക്കുക. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 8 തൊട്ട് 9 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് കാണാൻ കഴിയും.
രണ്ടാമത്തെ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ ദൃഷ്ടി ഏരിയാവിന് സാരാഭാത്തിലെ വിധവയുടെ അരികിലേക്ക് അയച്ച് വിധവ മുഖാന്തരം ഏരിയാവിനെ പോറ്റുക. മൂന്നാമതായി നമ്മൾ ഈ ദൈവദൂതൻ വന്നവന് ആഹാരം നൽകുന്നത്. സ്തോത്രം. നമ്മൾ 1 രാജാക്കന്മാർ 19 വാക്യത്തിൽ കാണാൻ കഴിയും. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഈ 3 സന്ദർഭങ്ങൾ, ഒന്ന് കാക്കിയോട് കൽപ്പിക്കുന്നു, 2 സാരാഭാത്തിലെ വിധവയോട് കൽപ്പിക്കുന്നു, 3-മതായി ദൂതൻ ഇറങ്ങി വരുന്നു. ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ വീടും തന്റെ ദയക്കായി പ്രത്യാശിക്കണം വേണ്ടി ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഏലിയാവിനുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഏലിയാവിന് ഇത്രമാത്രം സുരക്ഷിതത്വം കൊടുത്ത് ഏലിയാവിനെ പോറ്റി പുലർത്തുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾ എത്രമാത്രം ദൈവത്തെ പ്രത്യാശിക്കണം, കർത്താവായ യേശുക്രിസ്തുവിൽ എത്രമാത്രം പ്രത്യാശ നമ്മൾ വെക്കണം. അതേ സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ അവിടെ നമ്മൾ തളർന്നു പോകരുത്. ഏലിയാവിനെ പോറ്റിയൊരു ദൈവം നമ്മെ പോറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഏലിയാവിന് മേൽ യഹോവയുടെ ദൃഷ്ടി ഉണ്ടായിരുന്ന പോലെ തന്റെ ദയയ്ക്ക് പ്രത്യാശിക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ നമ്മളെയും ദൈവം കാത്തു പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു ദൈവ പൈതൽ തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പരാജിതനായി മാറരുത്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാ, അവൻ അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ കൃപ എത്ര വിലയേറിയതാണ്. നമ്മൾ മനസ്സിലാക്കണം ദൈവകൃപ എത്ര വലുതാണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകമൊക്കെ പഠിക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തിലെ വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. വിശുദ്ധ അഗസ്റ്റിനോസ് പുരോഹിതനെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പം വിശുദ്ധ അഗസ്റ്റിൻ പുരോഹിതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കണം. അദ്ദേഹം രക്ഷിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അദ്ദേഹം ഒരു വിശുദ്ധനായി ജീവിച്ചു, ഒരു ക്രൈസ്തവ പുരോഹിതനായി ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവബലത്തോടെ അദ്ദേഹം കാണപ്പെട്ടു. അദ്ദേഹം ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരുന്ന് കൃപ തരയണമേ എന്ന് വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. നമുക്കില്ലാത്തത് വിശുദ്ധ അഗസ്റ്റിനുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ പാദപീഠത്തിൽ കൃപ തരയണമേ ചോദിക്കാൻ സമയമില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ഈ ലോകത്തിന്റെ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ്. പക്ഷെ വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് അങ്ങനെയല്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടപ്പോൾ, വിശുദ്ധ ജീവിതം തന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ, ലോകത്തിൽ താൻ വേർപെട്ടപ്പോൾ, യേശുവിനോട് അടുത്തപ്പോൾ, കർത്താവിനോട് ചേർന്നിരുന്നപ്പോൾ വിശുദ്ധ അഗസ്റ്റിന് മനസ്സിലായി ദൈവത്തിന്റെ കൃപയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം രാവിലെ മണിക്കൂറുകൾ ദൈവത്തിന്റെ പാദപീഠത്തിന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തെ കൃപ കൊണ്ട് നിറച്ചു. ദീർഘസമയം പ്രാർത്ഥിച്ചതിന് ശേഷം വീതിയിലൂടെ വെറുതെ നടന്നു പോയാൽ പോലും അദ്ദേഹത്തെ കാണുന്നവർ അല്ലെങ്കിൽ പാപബോധമുള്ളവരായി തീരുവാൻ തുടങ്ങി. ആ മനുഷ്യൻ ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം രാവിലെ വീതികളിലൂടെ നടന്നു പോയാൽ മതി, അദ്ദേഹത്തെ കാണുന്ന പല വ്യക്തികളും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു എന്ന് വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പാപങ്ങൾക്കായി പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടെ നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ അരികിലേക്ക് എത്തുന്ന പാപിയായ മനുഷ്യൻ. ഹല്ലേലൂയ. ആ പാപിയായ മനുഷ്യന്റെ ഉള്ളിൽ സുബോധം വരുന്നു. എന്താണ് വിശുദ്ധ അഗസ്റ്റിനകത്ത് അതുപോലെ നിലവിളിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വീതികളിലുള്ളവർ രക്ഷിക്കപ്പെട്ടു. അത്രമാത്രം കൃപ അദ്ദേഹത്തിന് മേലുണ്ടായിരുന്നു. നമ്മളും അതുപോലെ ദൈവസന്നിധിയിൽ ദീർഘനേരം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളൊക്കെ കടന്നു പോകുന്ന വഴിയിൽ പാപികൾ നമ്മുടെ അരികിലേക്ക് ഓടി വന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവരും ആ കൃപയിൽ നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏലിയാവിന്റെ പേരും വിശുദ്ധ അഗസ്റ്റിന്റെ പേരും ഒക്കെ ഇതുപോലെ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കറിയാം ആദിമ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് സുവിശേഷകരണമായി കടന്നു വന്ന വിദേശ മിഷന്മാർ ഏറെയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം വില്യം കേറിയൊക്കെ നമുക്കറിയാം. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നമ്മൾ വായിക്കാൻ അറിയാം.
അതുപോലെ നമ്മുടെ അല്ലെങ്കിൽ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് പഠിച്ചാൽ, ജോർജ് മുള്ളറിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ, അല്ലേരിയ അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. അല്ലേര് തനിക്കായി പ്രത്യാശിക്കുന്ന ദയക്കായി പ്രത്യാശിക്കുന്ന പേര് ദൈവത്തിന്റെ കരുതലുണ്ടായിരുന്നു. പ്രൈസലോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ എന്താണ് പരാജയപ്പെടുന്നത്? നിന്റെ ജീവിതത്തിൽ എന്താണ് പരാജയം വരാൻ കാരണം? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അല്ലേലിയ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേലിയ സ്തോത്രം. ഏലിയാവിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ ഏലിയാവ് ഒന്നിനും മറുപടി പറയാതെ, അല്ലെങ്കിൽ ഏലിയാവ് ദൈവമാക്കനുസരിച്ചു. നീ കെരീത്ത് തോട്ടിലേക്ക് പോയി ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കണം, കാക്കിയോടിയും കൽപ്പിച്ചിട്ട് നിനക്ക് ഭക്ഷണം കൊണ്ട് തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വാക്കിനെ നിസ്സാരമായി കരുതാതെ ആ വാക്കിന് പ്രാധാന്യം കൊടുത്തു ഏലിയാവ്. എന്ന് പറയാതെ യഹോവയുടെ വാക്കായിരുന്നു. സാരാഫാത്തിലെ വിധയുടെ ഇരിക്കൽ അവൾ ഇതിനെ പോറ്റും. വില കൊടുത്തു, അനുസരിച്ചു. ചൂരച്ചുരുക്കിട ദൂതൻ ഇറങ്ങി വരിക നേരിട്ട്. അല്ലേലിയ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ് വ്യക്തം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലെന്ന് പറയും. നീ ദൈവത്തിന്റെ ഭക്തനാണെങ്കിൽ, ഭക്തയാണെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ നിനക്ക്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസലോ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള മാർത്തിയോടും മറിയോട് ചോദിച്ചാൽ അവർ പറയും. എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മാർത്തിയോടും മറിയോടുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ വളരെ സങ്കടത്തിലും ദുഃഖത്തിലും നിരാശയിലും കണ്ണുനീരും മാത്രമാണ് മാർത്തിക്കും മറിയും. അവരുടെ കണ്ണുനീരിന്റെ കാര്യം എന്തോ, അവരുടെ സഹോദരൻ മരിച്ചുപോയി എന്നുള്ളതാണ്, ലാസർ. അപ്പൊ അവരെ ഇനി ഒരു നോക്കൂടെ ജീവനോടെ കാണാൻ പറ്റുമോ? ഒരു നോക്കൂടെ ഞങ്ങൾക്ക് അവരോടൊപ്പം ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സഹോദരൻ ഞങ്ങൾക്ക് മടക്കി കിട്ടുമോ എന്നൊക്കെയുള്ള ആ സങ്കടത്തോടു കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ അരികിലെത്തുന്നത്. അല്ലേലിയ. അപ്പോൾ യേശു അവരോട് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞ വാക്കാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും, യേശുവിന്റെ ദൃഷ്ടി തന്റെ ദാസിമാരുടെ മേൽ ഞാനങ്ങ് പറയട്ടെ എന്ന് പറഞ്ഞ മാർത്തയുടെ മറിയുടെ പേര് തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ അവർ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം എന്നൊക്കെ വേണം പറയാം. കാരണം മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കല്ലറയിലിരുന്ന ലാസറിനെ ജീവനോടെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു മഹാത്ഭുതമല്ലേ. അതേ സ്നേഹിത, ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ചില അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കണം. കാരണം ദൈവവചനത്തെ അതുപോലെ വിശ്വസിക്കണം. ദൈവവചനത്തെ അതിൻ്റെ പവർ അനുസരിച്ച് വിശ്വസിക്കണം. വചനത്തിന് വളരെ ശക്തിയാണ്. അല്ലേലിയ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണെന്നിരിക്കട്ടെ. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന SI അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ സർക്കിൾ ഒക്കെ ഉണ്ടല്ലോ, അവരിരിക്കും. നിങ്ങൾക്ക് വെറുതെ കൂത്താടി മെനഞ്ഞൊന്നും ചെല്ലാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്നത് വെറുതെ ചെന്ന് ഈ മഞ്ഞാവിഞ്ഞൊന്നും പറയാനും പറ്റത്തില്ല. പ്രൈസലോ. അവരുടെ യൂണിഫോം, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരത്തെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മുടെ ഇഷ്ടത്തിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ അവരുടെ പവറിനെ നമ്മൾ അംഗീകരിക്കണം. എങ്കിലും നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ആ പവർ, അതിനെ നമ്മൾ അംഗീകരിക്കണം. ആ വചനത്തെ, അതിന്റെ പവർ, അതിന്റെ ശക്തിയെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ആ വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അല്ലേലിയ. അപ്പൊ ഏലിയാവിന്റെയും അഗസ്റ്റിന്റെയും അല്ലേലിയ മാർത്തിയുടെയും മറിയുടെയും ഒക്കെ ജീവിതം ദൈവകൃപയാൽ നിറയപ്പെട്ടതായിരുന്നു. അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ചവരായിരുന്നു. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ഈ ദൈവകൃപ പ്രാപിക്കണം. നിങ്ങൾ ദൈവത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൃപ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ, നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ദൈവ അത്ഭുതങ്ങളെ ചെയ്യും, വ്യക്തം ചെയ്യും. അത് നിന്റെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തിന് വഴി തുറക്കും. പ്രൈസ് ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. നമുക്കറിയാം സ്തോത്രം, സങ്കീർത്തനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും വായിക്കാൻ കഴിയുന്നത് സങ്കീർത്തനം 36 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 36 സങ്കീർത്തനം അതിന്റെ 7ാമത്തെ വാക്യമാണ്. 7ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു.
ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാണെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഏരിയ. കാരണം ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു. സന്തോഷിക്കുവാൻ കഴിയുന്ന വചനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും നീതിയെയും ന്യായവിധികളെയും കുറിക്കുന്ന മനോഹരമായ 4 സാദൃശ്യങ്ങൾ ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ സത്യവും വിശ്വസ്തതയും അവരുടെ ഗ്രഹണശക്തി അതീതമാണ്. മനുഷ്യരോടുള്ള ദൈവിക ഇടപാടുകളുടെ ആഴം അളക്കുവാൻ ഒരുത്തിനും കഴിയുകയില്ല എന്ന ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അത്രമാത്രം ശ്രേഷ്ഠമായ ദൈവവചനമാണ് നമുക്ക് ദൈവാത്മാവ് നൽകി തരുന്നത്. ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്. പ്രൈസ്. അത് ദൈവത്തിന്റെ ദയ വിലയേറിയത് കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കാൻ കാരണമായത്. ദൈവത്തിന്റെ ദയ കൃപയില്ലായിരുന്നെങ്കിൽ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുക പോലും ഇല്ലായിരുന്നു. ഈ പ്രഭാതം ദൈവം നമുക്ക് തന്നപ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആദ്യം നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ നിന്റെ കൃപ എത്ര വലുതാണ്, നിന്റെ ദയ എത്ര വലുതാണ്. കഴിഞ്ഞ രാത്രിയിൽ എന്നെ പോലെ കിടന്നുറങ്ങിയ പലരും ഈ പ്രഭാതത്തിൽ കണ്ണു തുറക്കാതെ പോയപ്പോൾ, അല്ലയോ, നിശ്ചലമായ ശരീരമായി മാറിക്കഴിഞ്ഞപ്പോൾ, അനേക കുടുംബത്തിൽ കണ്ണുനീരായപ്പോൾ എന്നെ നീ ജീവനോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആ കൃപകൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവമഹത്വം കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. ഭക്തന്മാരൊക്കെ ദൈവമഹത്വം കണ്ടവരാ. അവർ ജീവിതത്തിൽ തളർന്നു പോയിട്ടുമില്ല. പ്രൈസലോ. അത് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ തളർന്നു പോകരുത്. പ്രൈസലോ. നീ തളരുവാനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്, നീ ഉയരുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസലോ. നിന്റെ ഉയർച്ച കാണുമ്പോൾ നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന പല ശക്തികളും നിനക്കെതിരെ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെ നീ കാണുമ്പോൾ നീ ഭാരപ്പെട്ടു പോകണ്ട. നീ കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കുക. പ്രൈസലോ. നിങ്ങളെ ഒരുവൻ വിമർശിക്കുമ്പോൾ, നിങ്ങളെ ഒരുവൻ പഴിചൊല്ലുമ്പോൾ, നിങ്ങളെ ഒരുവൻ പരിഹസിക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ, കുടുംബത്തിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ആക്ഷേപങ്ങളും വെല്ലുവിളികളുമായി ചിലർ എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, അവരുടെ ജീവിതത്തിന്റെ പരാജയത്തിലേക്ക് അവർ പോവുക. പരിഹാസവും നിന്ദയും ദുഷികളെ കേൾക്കുന്ന നിന്നെ ദൈവം വിജയത്തിലേക്ക് കൊണ്ടുവന്ന് കൃപമേൽ കൃപ ദൈവം നിന്റെ മേൽ പകരുക. പ്രൈസലോ. അത് നമുക്ക് അനവധി ഭക്തന്മാരെ നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നിറയുന്നൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട പരിഹാസങ്ങൾ എത്ര വലുതായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട നിന്ദകൾ എത്ര വലുതായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ആമിയ സോദർ കുത്തുവാക്കുകൾ എത്ര വലുതായിരുന്നു. അവിടെ എല്ലാം ക്ഷമയോടെ നിന്നതുകൊണ്ട് യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്ക് പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നുള്ള വാചനം എനിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. രക്തം ചെയ്യാം. അത് നീ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ലോകത്തിന്റെ മുമ്പിൽ നിന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകം നിന്നെ ഇല്ലായ്മയെ ശ്രമിക്കുമ്പോൾ, ഈ ലോകക്കാർ നിനക്ക് നിന്നെ ആക്ഷേപം കൊണ്ടുവരുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ മാനിക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവമേ നിന്റെ ദയ എത്ര വലിയൊരു, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു. കർത്താവിനായി കാത്തിരുന്ന് പ്രാപിക്കുന്ന കൃപ മഹത്വമേറിയ കൃപയാണ്. ദൈവസേന കാത്തിരുന്ന് പ്രാപിക്കുന്ന കൃപയെന്ന് പറയുന്നത് മഹത്വമേറിയ കൃപയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് ഇന്നും നല്ല സുപരിചിതനായ വ്യക്തിയാണ് അല്ലെ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററൊക്കെ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്നല്ലേ നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം കർത്താവിന് വേണ്ടി ശക്തമായി ഉണർത്തപ്പെട്ടവനാണ്. കർത്താവ് ശക്തമായി കരങ്ങൾ ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം. ബൈബിൾ കോളേജിൽ പഠിച്ച് ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് ദൈവത്തിനും പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ യോഗ്യനാക്കി മാറ്റി. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ. അങ്ങനെ എത്ര ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേ സ്നേഹിത, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ നിരാശപ്പെട്ടു പോകരുത്, നീ തളർന്നു പോകരുത്, ആരുടെയും വാക്കിന്റെ നീ തളർന്നു പോകരുത്.
നീ തളരാതിരിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി ദൈവം പകരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യോഗ്യതയില്ലാത്തവർക്ക് ദൈവം ദാനമായി നൽകുന്ന ദയയാണ് കൃപ. യോഗ്യതയില്ലാത്തവർക്ക്, നമ്മൾ പറയും അർഹതയില്ലാത്തവർക്ക് ദൈവം ദാനമായി നൽകുന്ന അതാണ് കൃപയെന്ന്. ഹല്ലേലൂയ. അപ്പൊ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസരങ്ങൾ വൃഥാവായ സമയങ്ങളല്ല. കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങൾ ഒരിക്കലും വൃഥാവല്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും വൃഥാവായി പോകത്തില്ല. ദൈവം നിന്നെ കൃപമേൽ കൃപ നിറച്ചുകൊണ്ട് പുതിയ പുതിയ അഭിഷേകത്താൽ പുതിയ വചനങ്ങൾ, പുതിയ വെളിപ്പാടുകൾ, പുതിയ ദർശനങ്ങൾ, പുതിയ ആലോചനകൾ ദൈവം തന്ന് ശുശ്രൂഷയ്ക്ക് ദൈവം വിശാലത വരുത്തും. ജീവിതത്തിൽ വിശാലത വരുത്തും. ആത്മീയ ജീവിതത്തിൽ ദൈവം വിശാലത വരുത്തും. അത്ര വലുതാണ് ഈ കൃപയെന്ന് പറയുന്നത്. അതൊരു മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതല്ല. ഈ ലോകത്തിലുള്ള എത്ര വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും വാങ്ങുവാൻ കിട്ടുന്നതല്ല ദൈവകൃപ. അത് ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് വിശുദ്ധ അഗസ്റ്റിൻ പ്രാപിച്ചതുപോലെ പ്രാപിച്ചെടുക്കുമ്പോഴാണ് ആ കൃപയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, രക്തം ചെയ്യും. അപ്പൊ നമുക്കത് പ്രാപിക്കാനുള്ള ഒരു വാഞ്ച ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ക്ഷീണിതരാ, പരാജിതരാ, ദുഃഖിതരാണ്, സങ്കടപ്പെട്ടിരിക്കുക, എങ്ങനെ മുന്നോട്ട് പോകും, ജീവിക്കുന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന, മനം കലങ്ങിയിരിക്കുന്ന ചില മാതാപിതാക്കളുടെ, ചില സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ശക്തമായ ദൂത്, നീ ദൈവസനിൽ കാത്തിരുന്നാൽ, കൃപയ്ക്ക് വേണ്ടി നീ കാത്തിരുന്നാൽ, ഇന്നിന്റെ കഷ്ടങ്ങളെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. നിന്റെ വേദനകളെ മാറ്റിത്തരാൻ ദൈവം കഴിയും. കഴിഞ്ഞ ചില കാലങ്ങളായി നീ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ട്, ആരോടും പറയാതെ ഹൃദയവേദനയോടെ, നൊമ്പരത്തോടെ, കണ്ണുനീരോടെ ആമീൻ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത് നിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോവുക. സങ്കീർത്തനം 34:17-18 നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാനൊന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. അപ്പൊ നീ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? ഹൃദയം നുറുക്കത്തോടെയാണോ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നെങ്കിൽ ഹൃദയം നുറുങ്ങിയ നിനക്ക് ദൈവം സമീപസ്ഥനായി ഇന്ന് പ്രഭാതത്തിൽ അളവില്ലാത്ത കൃപ പകരാൻ പോയ. അപ്പൊ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഹൃദയം നുറുക്കവും മനസ്സ് തകർന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നല്ല ദൈവം. ഹല്ലേലൂയ. യേശു എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവ് നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. യേശു എന്ന് പറയുമ്പോൾ തന്നെ, യേശു എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ യേശു എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ അഭിഷേകമാണ് കേട്ടോ. യേശു എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ അത്ഭുതമാണ്. യേശു എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ വിടുതലാണ്. യേശു എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തിന് ഈ ഭൂമിയിൽ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരെ ദൈവം കൃപയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതം തളരുവാനുള്ളതല്ല, ജീവിതം ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ മേൽ ഹല്ലേലൂയ തൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നമ്മുടെ കൃപയെ വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ഭക്തന്മാരുടെ മേൽ തൻ്റെ മുഖം, തൻ്റെ ദൃഷ്ടി വെച്ച് അവർക്ക് പ്രകാശം നൽകി അവരെ കൃപയിൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയേണ്ട വാക്കെന്താ? കർത്താവിനോട് കൂടെയുണ്ട്, യേശുവിനോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ഞാൻ കൃപമേൽ കൃപ പ്രാപിക്കും. ഇന്ന് പകൽ എന്നോട് അത്ഭുതം നടക്കും. ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ പുതിയ വെളിപ്പാടുകൾ, ദർശനം നൽകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് ദൈവം പ്രവർത്തിക്കുമെന്നേ. സ്തോത്രം. ഹല്ലേലൂയ, രക്തം ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ജീവിത സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് വളരെ ഭാരപ്പെട്ട ഒരു വിഷയമായിരുന്നു. ചില പണമിടപാടുകൾ, സാമ്പത്തികമായ ആവശ്യങ്ങളാണ്.
അപ്പം പല വഴികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും അപകരിക്കാനും കള പറഞ്ഞ് മേടിക്കാനും ദിവ്യാഗ്രഹമൊന്നുമല്ല. നേരായ പാതയിലൂടെ ദൈവമേ ചില വഴികളെ തുറക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലേരിയ. എന്നാൽ സമയമായപ്പോൾ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെ ദൈവം അതിനകത്ത് അത്ഭുതം ചെയ്തു. പ്രൈസ്. അപ്പൊ ഞാൻ അന്നേരം ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ കൂടി വന്നത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞു. നമ്മൾ സദൃശവാക്യം 25:11 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദൈവം എത്ര കരുതലാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. ദൈവം എത്ര കരുതൽ. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തെ അങ്ങ് സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹൃദയത്തിന്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ അവയൊക്കെ മറന്ന പാദപീഠത്തിലൊന്ന് ഇരിക്കുക. അല്ലേ ഇരിക്കുക. യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് ഇരിക്കുക. ആ മനസ്സൊന്ന് കാണിക്കുക, ഹൃദയം ഒന്ന് വിട്ട് കൊടുക്കുക, ആ മുഴങ്കാലൊന്ന് മടക്ക്. അല്ലേരിയ. അത് കാണുന്ന സ്വർഗമുണ്ട് കേട്ടോ. ഏലിയാവിന്റെ അരികിൽ ദൂതൻ ഇറങ്ങി വന്നതുപോലെ നിന്റെ അരികിലും ദൂതൻ ഇറങ്ങി വരും. അല്ലേരിയ. സ്തോത്രം. അത് ഏലിയാവിന്റെ അരികിലേക്ക് ദൂതനെ ഇറക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഒരു ദൂതൻ നിന്റെ അരികിൽ ഇറങ്ങി വരാൻ സമയമായി. നീ മുട്ടുമടക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലുരിയ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കും കാണുന്നുണ്ട്. നോഹയ്ക്കും കർത്താവിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. നോഹയ്ക്കും കർത്താവിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചതുകൊണ്ട് 120 വർഷം അല്ലേരിയ നോഹ കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല, വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് നോഹ ജനത്തോട് പറഞ്ഞ് പ്രസംഗവും പെട്ടകത്തിന്റെ പണി ഒരുപോലെ നടത്തി. പെട്ടകത്തിന്റെ പണിയും പൂർത്തീകരിച്ച് നോഹയുടെ പ്രസംഗത്തിന്റെ അവസാന നാളുകളായപ്പോഴത്തേനും ദൈവം എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്ന് നോഹയും നോഹയുടെ ഭാര്യയും മക്കൾ മരുമക്കൾ എല്ലാവരും കൂടെ പെട്ടകത്തിൽ എല്ലാ പക്ഷിമൃഗ ജാതികളുടെ ജോഡി പെട്ടകത്തിൽ കയറി. ഹല്ലേലൂയ. ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഭൂമിയുടെ ഉറവളത്തിന് മഴ 40 ദിവസം പെയ്തു, രാവും പകലും. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. ദൈവത്തെ അനുസരിക്കാത്ത സകല ദുഷ്ടന്മാരും വെള്ളത്തിൽ മുങ്ങി ചത്തപ്പോൾ കൃപ ലഭിച്ച നോഹയും കുടുംബവും എന്ത് ചെയ്തു? പെട്ടകത്തിൽ സുരക്ഷിതമായിരുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. അതേ സ്നേഹിത, നീ പെട്ടകത്തിൽ സുരക്ഷിതമാണെങ്കിൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് നോഹയ്ക്ക് ലഭിച്ചതുപോലെ കൃപ നിന്റെ മേൽ ഉണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ ഹല്ലേലൂയ, നീ പതറിപ്പോകത്തില്ല കേട്ടോ. പ്രൈസലോ. യേശു നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പം പെട്ടകത്തിനകത്ത് കയറി പെട്ടകത്തിനകത്ത് സുരക്ഷിതമായിരിക്കുവാൻ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. തുടർന്ന് നമ്മൾ ദൈവത്തിന് വചനം വായിക്കും. ലോത്തിനും കർത്താവിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ലോത്തിനും കർത്താവിന്റെ കൃപ ലഭിച്ചു. സോദോം ഗോമോറയെ ദൈവം നശിപ്പിക്കുവാൻ പ്ലാനിട്ടപ്പോൾ സോദോം ഗോമോറയുടെ പാപം ദൈവസനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നീതിമാനായ ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും ദൈവം അവിടുന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പൊ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ നോഹയുടെ ജീവിതം, ലോകത്തിന്റെ ജീവിതം, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അബ്രഹാമിനെ നോക്കിയാൽ, ഇസഹാക്കിനെ നോക്കിയാൽ, യാക്കോബിനെ നോക്കിയാൽ ഇവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം വിശ്വാസമൊക്കെ നമ്മൾ വ്യർത്ഥമാക്കി കളയാതെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കുതിച്ചുയരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്ന സമയം അബ്രഹാം സകലത്തെ ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ ദൈവം തന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര വിശ്വാസത്താൽ പുറപ്പെട്ട അന്ന് തൊട്ട് ദൈവത്തിന്റെ ദൃഷ്ടി, യഹോവയുടെ ദൃഷ്ടി അബ്രഹാമിന്റെ മേലുണ്ടായിരുന്നു. തന്റെ ദയക്കായ പ്രത്യാശ അബ്രഹാമിനെ ദൈവം ഹല്ലേലൂയ നടത്തി. ഹല്ലേലൂയ. അബ്രഹാമിനെ നടത്തിയ ഒരു ദൈവം നമ്മെ നടത്തും കേട്ടോ. ഹല്ലേലൂയ. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ മുമ്പേ അല്പം ആവർത്തിച്ചു, നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുന്നത്, നിങ്ങൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കൃത്യനിർവഹണത്തിലേക്കൊക്കെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. നീ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിന്റെ കൃപയാണ്. നിന്റെ ആരോഗ്യം ദൈവത്തിന്റെ കൃപയാണ്. നീ സംസാരിപ്പാൻ, നിന്റെ അതരങ്ങൾ തുറന്ന് സംസാരിപ്പാൻ ദൈവം തന്നെ ശക്തീകരിച്ചതും ദൈവകൃപയാണ്. ഹല്ലേലൂയ. നിന്റെ കാതുകൾ കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും അതും ദൈവകൃപയാണ്. നിന്റെ കൈകാലുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവകൃപയാണ്.
നിന്റെ ശരീരം തളരാതെ നീ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ദൈവകൃപയാണ്. അല്ലെങ്കിൽ നിന്നെ തകർക്കുവാൻ ശത്രു എഴുന്നേറ്റപ്പോൾ അവിടെയും നീ രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവകൃപയാ. അല്ലേലിയ. നിന്റെ കുടുംബത്തിനകത്ത് അന്നം തരുന്നതും ദൈവകൃപയാ. നിന്റെ മക്കളെ പഠിപ്പിക്കുന്നതും ദൈവകൃപയാ. നിന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഫീസ് കൊടുക്കുവാൻ നിനക്ക് പണം കിട്ടുന്നതും ദൈവകൃപയാ. അല്ലേലിയ. നീ കടന്നു പോകുന്ന വഴിക്കെല്ലാം നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, അതും ദൈവകൃപയാ. അത് എല്ലാം ദൈവകൃപയാ പൈതലേ. അല്ലേലിയ. ഈ കൃപയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അല്ലേലിയ. അപ്പൊ ഏലിയാവിനെയും വിശുദ്ധ അഗസ്റ്റിനോസിനെയും അല്ലേലിയ, മാത്രമല്ല മാർത്തിയുടെയും മറിയയുടെയും അല്ലേലിയ, നോഹയുടെയും ലോത്തിന്റെയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ ജീവിതത്തിൽ, യോസേപ്പിന്റെ ഒക്കെ ജീവിതത്തിൽ ദൈവകൃപ, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ പേരും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്ന പേരും ഇരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിൽ ഞാനും നിങ്ങൾ നിറയപ്പെടുമ്പോൾ രക്തം ചെയ്യും. പ്രൈസലോ. വളരെ സന്തോഷമാകട്ടോ, വളരെ ആനന്ദമാണ്. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും യോഗ്യതയില്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. ദൈവസേന നിൽക്കാൻ പോലും യോഗ്യതയില്ലായിരുന്നു. അത്രമാത്രം പാപി എന്ന് പറഞ്ഞാൽ കൊടും പാപിയായിരുന്നു. അല്ലേരിയ. കൊടും പാപിയായി എന്നെ സ്നേഹിച്ച് എന്നെ വിളിച്ച് വേദനിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി കൊടും പാപി എന്നുള്ള സ്ഥാനത്തുനിന്ന് ദൈവം എൻ്റെ മേൽ കൃപ തന്ന് ദൈവത്തിൻ്റെ വിശുദ്ധനാക്കി ദൈവം മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായി മാറി. അതുകൊണ്ടൊക്കെ ഇന്ന് ഈ വചനമൊക്കെ പ്രസംഗിക്കാൻ ദൈവം കരുത്ത് നൽകുന്നു. ഈ കരുത്തൊന്നും എൻ്റെ ബലമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപയാകട്ടോ. അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവകൃപയാണ്. പ്രൈസ്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ശ്രോതാവി? നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവകൃപയാണെന്ന് പറയാൻ കഴിയുമോ? നീ അത് പറയുന്നത് കേൾക്കുമ്പോൾ ദൈവം സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. അല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ നോഹയ്ക്കും ലോത്തിനും അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും യോസേഫിനും എല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് കൃപ ലഭിച്ചു എന്നെല്ലാം നമ്മൾ വേദപുസ്തകമായി. കാരണം അവരെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് കൃപകൾ പ്രാപിച്ചവരാ. അവരെല്ലാം ദൈവത്തിന് കാത്തിരുന്ന് കൃപകൾ പ്രാപിച്ചവരാ. അതുകൊണ്ടാണ് നമ്മൾ 103-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ എന്ത് സന്തോഷമല്ലേ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ദൈവിക സ്നേഹത്തിന്റെ ഉയരം 11-ാം വാക്യത്തിലും ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്ന് പറയുക. നീളം അഥവാ അകലം 12-ാം വാക്യത്തിലും കാണാൻ കഴിയും. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ. ആഴം 13-ാമത്തെ വാക്യത്തിലും കാണാൻ കഴിയും. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് വിവരിച്ചിരിക്കുക. കണ്ടോ വചനത്തിന്റെ ആ മഹത്വം കണ്ടോ നമ്മള്? ലേലിയ. ആ വചനത്തിന്റെ മഹത്വം, ആ വചനത്തിന്റെ സാന്നിധ്യമൊക്കെ കണ്ടോ? ലേലിയ. അത് സ്നേഹിത, നമ്മളോടൊപ്പം ദൈവമുണ്ട്. ദൈവം നിന്റെ ജീവിതത്തിലുള്ളതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുള്ളതുകൊണ്ട് നിന്നെ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലേലിയ. ഞാൻ ഈ ദൈവം കേൾക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരോട് പറയട്ടെ, ദൈവത്തിന്റെ ഭക്തകളോട്, ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോട് പറയട്ടെ, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വെല്ലുവിളികൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ, അല്ലേലിയ, നിനക്ക് നേരെ വിമർശനം കടന്നു വരുമ്പോൾ, അല്ലേലിയ, ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ലോകത്തിന് മുമ്പിൽ നീ ഒരു താളടിയായി മാറാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിനെ മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യ ഫ്രൈസറോ. അതുകൊണ്ടാണ് നമ്മൾ വചനം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഉയർത്തിയവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ 136-ാം സങ്കീർത്തനം വായിക്കുന്നത്. ഈ 136-ാം സങ്കീർത്തനമൊക്കെ വായിച്ചിട്ട് അങ്ങ് സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഒരുപാട് കാര്യം. അതുകൊണ്ട് 26 വാക്യങ്ങളുണ്ട്. 26 വാക്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഭക്തൻ പാടുകയാണ്. എഴുന്നേറ്റിരുന്ന് പാടണം. അങ്ങനെ വചനം വായിച്ച് പാട്ടുപാടി ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. കുടുംബത്തിന്റെ ശാപങ്ങളങ്ങ് മാറും, കുടുംബത്തിന്റെ ബന്ധനങ്ങളങ്ങ് മാറും. അല്ലേലിയ. നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വിശുദ്ധ ജീവിതം നയിക്കാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിയാത്തത്. അല്ലേലിയ. നിന്റെ കുടുംബത്തെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ, ബന്ധനത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ശാപങ്ങളുണ്ടെങ്കിൽ,
കുടുംബത്തിൽ മാറാത്ത വ്യാധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തണം, നിനക്ക് കൃപയില്ലാത്തത് കൊണ്ടാ, കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാ. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, നിങ്ങൾ ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നാൽ ഒരു ശാപം നിന്റെ കുടുംബത്തിൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം കൃപ നിന്റെ മേലുണ്ട്. നീ ശാപത്തെ അഴിക്കാൻ വേണ്ടി എങ്ങും പോകണ്ട, ശാപം നീക്കാൻ വേണ്ടി പോകണ്ട, ശാപം മാറ്റി ശാപം മുറിക്ക് ശുശ്രൂഷയ്ക്കൊന്നും നീ പോകണ്ട. ഇന്നത് ഒരുപാട് ഞാൻ മിക്കവാറും ശുശ്രൂഷയിൽ പറഞ്ഞിട്ട്, ശാപം മുറിക്കൽ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ബിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ബിരുദന്മാര് തള്ളിയിടുക, ഊതി വീഴ്ത്തുക, ചവിട്ടി വീഴ്ത്തുക, ഇടിച്ചു വീഴ്ത്തുക, എറിഞ്ഞു വീഴ്ത്തുക, കർണക്കുറ്റി തീർത്ത് അട്ടിക്കുക, തോക്കുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തുക, എന്തെല്ലാം തന്ത്രങ്ങൾ എന്ന് പറയാൻ കുതന്ത്രങ്ങൾ. അതിലേക്കൊന്നും നീ പോകണ്ട. നീ ആ വിശുദ്ധ അഗസ്റ്റിൻ ഇരുന്നത് പോലെ നീ ദൈവസന്നിധി പ്രാർത്ഥിച്ച് കൃപ കർത്താവ് എന്ന് പറ. കൃപ വേണം എന്ന് പറ. ആ കൃപ നിന്റെ മേലെ ദൈവം തന്നാൽ നിന്നെ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിന്റെ ശത്രുവിന്, പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് ബദൽ. അപ്പൊ രാവിലെ കർത്താവിന്റെ പാദപത്തിൽ കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മന്ന പോലെയുള്ള ദൈവകൃപയും തരാൻ തുടങ്ങും. രാവിലെ ദൈവത്തിന് കാത്തിരുന്നാൽ മന്ന പോലെ ദൈവകൃപ നമ്മുടെ മേൽ വരും. അല്ലേറിയ. അതുകൊണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ കരുണയുള്ള അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നുവെന്ന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-21 വായിക്കുന്നുണ്ട്. എന്താണ്? കർത്താവിന്റെ സന്നിധിയിൽ പാദം കാത്തിരിക്കുന്ന മന്ന പോലെ കൃപ ദൈവം തരും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ഹല്ലേലൂയ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും ഹല്ലേലൂയ നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നുവെന്ന് രമ്യ പ്രവാചകനും പറയുന്നത്. ഹല്ലേലൂയ. രാവിലെ കാത്തിരുന്ന് മന്ന ശേഖരിച്ചില്ലെങ്കിൽ വെയിൽ അധികമാകുമ്പോൾ അത് ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. രാവിലെ മന്ന ശേഖരിച്ചില്ലെങ്കിൽ വെയിൽ ഉദിച്ചാൽ ഉരുകിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ കർത്താവിന്റെ കൃപയെ അതിരാവിലെ സ്വീകരിച്ചില്ലെങ്കിൽ അന്ന് മുഴുവനും നിരാശകളും തോൽവിയുമായിരിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ദൈവം പറഞ്ഞാൽ നീ രാവിലെ എഴുന്നേറ്റ് മന്ന പിറക്കണം, വെയിലുദിച്ചാൽ അത് ഉരുകിപ്പോകും എന്ന് പറഞ്ഞ പുതിയ നിയമസഭയോട് കർത്താവിന് പറയാം, നീ രാവിലെ എഴുന്നേറ്റ് കൃപ പ്രാപിക്കണം. അല്ലെങ്കിൽ വെയിലുദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം നിരാശയും തോൽവികളുമായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയനെ, ജയജീവിതം നയിക്കുവാനായി ദൈവകൃപ നിങ്ങൾക്ക് ആവശ്യമാണ്. വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ പാദപീഠത്തിൽ നിങ്ങൾ കൃപ പ്രാപിച്ചാൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയും. കർത്താവിന്റെ പാദത്തിൽ വിശുദ്ധ ജീവിതം നയിച്ചാൽ കൃപ പ്രാപിച്ച വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം കാണുന്നു. ആരിൽ നിന്ന്? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. അത് ഇന്ന് പകൽ നിങ്ങളെ കൃപ പ്രാപിക്കണം. ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. ഞാൻ വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. 33-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യമാണല്ലോ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ പേരിൽ തന്റെ ദയക്കായി പ്രത്യാശിക്കുന്ന പേരിൽ ഇരിക്കുന്നു. അന്നപതി ഭക്തന്മാരെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഞാനൊരു ആ ഭാഗം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അന്നപതി ഭക്തന്മാരെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അത് ഇന്ന് പകൽ നീ ആ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ സ്തോത്രം. പറയാം, ഏലിയാവിനെ പോലെ ഹല്ലേലൂയ. സ്തോത്രം. അഗസ്റ്റിനെ പോലെ, വിശുദ്ധ അഗസ്റ്റിനെ പോലെ, മാർത്തയെ പോലെ, മറിയെ പോലെ, ലോത്തിനെ പോലെ, നോഹയെ പോലെ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേപ്പിനെ പോലെ, ഹല്ലേലൂയ, പൗലോസിനെ പോലെ കാത്തിരുന്ന് പ്രാപിക്കണം കേട്ടോ. അത് ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ? കർത്താവേ, ആ കൃപ എനിക്ക് ആവശ്യമാണ്. ആ കൃപയിൽ എന്നെ നിറയ്ക്കണം. ഈ പ്രഭാതത്തിൽ ആ കൃപയിൽ എന്നെ നിറയ്ക്കണം. ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് തോൽവികളും പരാജയങ്ങളും വരാതെ ഞാൻ പോകുന്ന വഴിയെല്ലാം ദൈവ സാന്നിധ്യം കൃപയിൽ നിറച്ച് എല്ലാം അനുഗ്രഹമായി സമരമായി ശുഭമായി തീരുവാൻ എൻ്റെ യാത്ര, എൻ്റെ മക്കളുടെ യാത്ര, എൻ്റെ ഭർത്താവിൻ്റെ യാത്ര, എൻ്റെ ഭാര്യയുടെ യാത്ര, ജോലിയിൽ ഞാൻ കടന്നു പോകുന്ന വാഹനത്തിൽ, ഞാൻ ഓടിക്കുന്ന വാഹനത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ എല്ലാം കർത്താവേ അങ്ങയുടെ കൃപ വേണം, അങ്ങയുടെ കൃപ വേണമെന്ന് പറ. ദൈവം ഇന്ന് പകൽ നിന്റെ കൃപ കൊണ്ട് നിനക്ക് കണ്ണുകളുടെ ചാട്ട. മനസ്സ് തകർന്നിരിക്കുന്നവരെ, ഹൃദയം തുറങ്ങിയിരിക്കുന്നവരെ, ഏത് വിഷയത്തിന്റെ നിലവിലായിരുന്നാലും എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദരി, ദൈവം ഇന്ന് പകൽ നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. കടക്കണിയാണോ, മഹവ്യാധിയാണോ, ഏത് പ്രശ്നമായിരുന്നാലും, ഏത് പോരാട്ടത്തിന്റെ നിലവിലും ഇന്ന് പകൽ ദൈവം നിന്റെ കൃപയിൽ
നിറച്ചതിന് വിടുതലേൽക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ഈ ചെറിയവരും വലിയവരും കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിൽ 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എണ്ണത്തിൽപ്പെടാത്തവർക്കായി കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലകളെ ഭരിക്കുന്നവരും ജനത്തെയും കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCRP, വലിയ ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ഞങ്ങളുടെ രഹസ്യാന്വേഷണ ഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, കർത്താവ് ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരവാസികളെ, മത്സരത്തിനായി കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കരികളിലും കമ്പനിയിലും ഫാക്ടറി ജോലി ചെയ്യുന്ന വലുത് ചെറുതുമായി വ്യാപാരികളെ, വ്യവസായ വഴിയോര കച്ചവടക്കാർ, ക്ഷീരമേഖലയിലെ കാർഷിക മേഖല ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, കർത്താവ് കർഷക രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, വിവിധ കർത്താവ് സ്തോത്രം, വലിയ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ അവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയായിരിക്കുന്നവർ, ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിച്ച ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യുവനത്തിൽ, വാർത്തകൾ, വൃത്തരാശ്രമ യാചകർ, ഓർഫനേജ്, ഓട്ടം, ജുവ തടവറയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. മധ്യത്തിൽ മൈക്കൊല്ലും മനസ്സിലേക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, ജീവിതത്തിൽ നിരാശപ്പെട്ടവർ, മരണനിലൂടെ കടന്നു പോകുന്നവർ, കടക്കടിയാൽ ഭാരപ്പെടുന്നവർ, തലമുറയില്ലാതെ ഭവനമില്ലാതെ ഊത്തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, മക്കളെ ഭരണത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളെ വിദേശ തയ്യുവേണ്ടി ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വിവിധ കഷ്ടതയിലൂടെ കടന്നു, മഹാവ്യാധിയിൽ ഭാരപ്പെടുന്നവർ, കഷ്ടതയിലൂടെ ഹൃദയ ദുർഖത്തോടെ കടന്നു പോകുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സാമ്പത്തികമായി ജനക്കും അനുഭവിക്കുന്നവരുടെ കർത്താവ്, ബിംബങ്ങൾ, അപമാനങ്ങൾ, പരിഹാസം, ദൂഷ്യങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ, വിമർശങ്ങൾ, അതിൻ്റെ മനസ്സ് തകർന്നിരിക്കുക അനേകരുണ്ട്. അവരുടെ മേലെല്ലാം കൃപകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന് മേൽ അയച്ച ഒരു കൃപയുണ്ട് കർത്താവേ, ആ കൃപ ഈ ദൈവജനത്തിന് പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന, മണലാലിന്റെ വേദന അനുഭവിക്കുന്നവർ, സാലറി കിട്ടാതെ, വിസ നഷ്ടപ്പെട്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് കടന്നു കഴിയാതെ ഭാരപ്പെടുന്നവർ, ജയിലറിൽ കിടക്കുന്നവരുടെ ഹല്ലേലൂയ കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നുപോയി കഷ്ടം സഹിക്കുക, വേദനയ്ക്ക് പീഡയും സഹോദരന്മാരും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനമായി കേരളത്തിലും ഭൂമിയുടെ അറ്റത്തോളം കടന്നുപോയി പ്രവർത്തിക്കുന്ന ദൈവദാസിദാസന്മാർ, അവരെ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതയുടെ നടിയിലും കർത്താവിന്റെ കൃപ ചീറ്റ് കിടക്കുന്ന ദൈവദാസന്മാർ ദൈവസാന്നിധ്യത്തിൽ പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു. തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ അടക്കം ഇവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവകൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി തിരിഞ്ഞ് ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല അശുദ്ധമായ ജീവിതം നയിക്കുന്നതിന്, സകല ദ്രവ്യാഗ്രയും, പാമ്പ് പറയുന്നതിന്, സകല ദൂട്ടന്മാരെയും, സകല പരിഹാസികളും, ഭാവികളും ദൈവ സന്ദർശന ജനത്തിനും മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ഭൂമി മുഴുവൻ അശുദ്ധി കൊണ്ട് നിറയപ്പെടുന്നു, പാപം കൊണ്ട് നിറയപ്പെടുന്നു, അധികാരികൾ തമ്മിലടിക്കുന്ന, രക്തച്ചൊരിച്ചിൽ നടത്തും, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, ആത്മീയതലത്തിലും വലിയ ലോകപരമായും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കുരുതികൾ നടക്കുമ്പോൾ കർത്താവ് ഇതിൻ്റെ നടുവിൽ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കൃപ പ്രാപിപ്പാൻ ദൈവത്തിന് താണു കൊടുക്കാൻ ജനത്തെ ഒരുക്കണമേ. സകലത്തുമേലും ദൈവനീതി വെളിപ്പെടുത്തിയാട്ട് ഇന്ന് മുതൽ സകല ജനത്തുമേലും ദൈവത്തിന് പ്രവർത്തി വെളിപ്പെടാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.